ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായി ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഉമ്മാൻ്റെ അവിടെ പോയ വിവരം വരെ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടോ, പ്രതീക്ഷിക്കാത്ത ഒരു മരണവും, പിന്നെ അവിടെ ആയിരുന്നു ഞങ്ങളൊരു 3 ദിവസം. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ശേഷം ഒരു വീഡിയോയ്ക്കും ഞാൻ കമൻസിന് റിപ്ലൈ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് എപ്പോൾ പോലും കമൻസ് വരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് കാണാത്തത്, എന്തെങ്കിലും സംഭവിച്ചോ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. തീരെ വയ്യായ്കയാണ്. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ദിവസമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്നും വീഡിയോ ഇടാനൊന്നും വയ്യ, പക്ഷേ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നവർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ ഇവിടുത്തെ അവസ്ഥകൾ എന്തെന്നുള്ളത്. അപ്പോൾ അത് അറിയിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അമ്മാൻ്റെ അങ്ങോട്ട് പോയി. അവിടെ നമ്മളെത്തി കുറച്ച് നേരം കഴിഞ്ഞതും തന്നെ ഒരു അരമണിക്കൂറിൽ ഞങ്ങൾക്ക് കോള് വരുമായിരുന്നു, ഇങ്ങനെ മാമ മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം നമ്മൾ കുട്ടികളെയൊക്കെ പെറുക്കിയെടുത്തിട്ട് വേഗം അങ്ങോട്ടേക്ക് പോകായിരുന്നു കേട്ടോ. അതിന് മുമ്പുള്ള വീഡിയോസാണ് നിങ്ങൾ മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ് കേട്ടോ നിങ്ങൾ പിന്നെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് എൻ്റെ വോയിസ് കുറച്ച് കുറവായിട്ട്, സൗണ്ട് കുറവായിട്ട് തോന്നാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും സൗണ്ട് വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെയെന്ന് പറയുമ്പോൾ അതിന് ശേഷം 3 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അതായത് രാത്രി എൻ്റെ വീട്ടിൽ പോയി കിടക്കും. രാവിലെയാണ് അമ്മാൻ്റെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത്. കാരണം എനിക്കറിയില്ല, അവിടെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ ഒരൊറ്റ ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോഴേക്കും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയായി തുടങ്ങി. ഇതുവരെ ഞാൻ എങ്ങനെ പ്രസവിച്ച് കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒറ്റ ദിവസം അമ്മാനെ ഏൽപ്പിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും കുട്ടികളുടെ ഒച്ചയും ബഹളവും, അവരൊരു 1000 പ്രാവശ്യം ബാത്റൂമിൽ പോണതും വരുന്നതും ഒക്കെ കൂടെ കണ്ടപ്പോൾ അമ്മക്കും കൂടെ സുഖമില്ലാതാവോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതായത് നാഷ്ടമൊക്കെ അമ്മനെ ചുട്ടരും, ഉച്ചയ്ക്ക് ഫുഡ് ഫുള്ളായിട്ട് അമ്മനെ തരും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ റെസ്റ്റ് എടുത്ത ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന നേരം കുട്ടികൾക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് അമ്മ അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുമ്പോൾ ഈ വീഡിയോൻ്റെ താഴെ മിക്കവരും കമൻറ്റിൽ ചോദിക്കും, എന്താ അമ്മ വിളിക്കുന്നത് ഉമ്മ വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ കമൻറ്റിലൊന്ന് റിപ്ലൈ കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അത് നാഷ്ടൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കണ റന, എനിക്ക് പറ്റുവാണെങ്കിൽ നീ ഇന്നത്തെ ഇവരുടെ ഒരു ഡേ നീ ഒന്ന് ഷൂട്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് റനാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കിടക്കുകയായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ ഇവരിന്ന് ഇവിടെ വെക്കുന്നത് വന്നിട്ട് തേങ്ങാച്ചോറില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയണമെന്നൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് എനിക്ക് മനസ്സിലായ സംഭവങ്ങൾ ഞാൻ പറയാം. സവാള. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫല്ല, എൻ്റെ അമ്മാൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. സവാള ഇട്ട് വഴറ്റിയിട്ടുണ്ട്. റനക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് എന്താണെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവാനും വേണ്ടിയിട്ട്. അപ്പോൾ അതേ അരി കുതിർത്തിട്ട് അവർ വാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷഫാണ് അതൊന്ന് പാത്രത്തിലേക്ക് ആക്കുന്നത്. പിന്നെ അതേ മുളക്, ഒരുപാട് മുളക് ഇട്ടിട്ടുണ്ട്, 2, 4, 6, 8 മുളക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇതാവുമ്പോൾ കുട്ടികൾ തേങ്ങാച്ചോറാകുമ്പോൾ പെട്ടെന്ന് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഉള്ള സമയത്ത് അങ്ങനെ വെക്കുന്നതാണ്. അല്ലെങ്കിൽ അവരെ പുറകെ നടന്ന് മതിയാവും സാദാ ചോറൊക്കെ ആണെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിയില പുതിനയാണെന്ന് തോന്നുന്നു, പഠിച്ചോലെ എനിക്കറിയില്ല. മല്ലിയിലയുണ്ട്, ആദ്യം ഇട്ടത് പുതിന ഇലയാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ കിടക്കുകയാണ്. റനക്കുട്ടീൻ്റെ ഷൂട്ടിൻ്റെ ആ ഒരു ഇതിൽ കാണുന്നുണ്ട്, സ്പീഡും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെടുത്ത അരിൻ്റെ 2 പാത്രം വെള്ളമാണ്, ഒരു ഇരട്ടിക്കുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ അതേ തേങ്ങാച്ചോറാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു മിക്സി ജാറിൻ്റെ പകുതിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ആദ്യം ഒരു പ്രാവശ്യം കണ്ടിട്ട് അവരെന്താ ഇടുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്ന മുമ്പ് കാണുന്ന സമയത്ത് എനിക്ക് ചിരി വരുമായിരുന്നു കേട്ടോ. കാരണം ഇവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്ന, അതായത് അത്ര എളുപ്പമല്ല ഷൂട്ടിങ്ങും കുക്കിങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
പിന്നെ ഇനി ആ വെള്ളത്തിലേക്ക് അരി ഇടുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേ മിക്സ് ചെയ്യുന്നു. പിന്നെ കല്ലുപ്പിടുന്നു. കല്ലുപ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ അമ്മ മാക്സിമം യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെയും പിങ്ക് സാൾട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകശാല അരിയിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വെക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി അടുത്തത് പാലക്കാടിൻ്റെ സ്പെഷ്യൽ കായ്ച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടതും പൊട്ടും എന്ന് പറഞ്ഞിട്ട് റനക്കുട്ടി ബാക്കിലേക്ക് പോണതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ എന്താ ഇടാൻ പോകുന്നത്? ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഒരു 4 തോന്നുന്നു ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. അതിനു മുമ്പ് വലിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 2 വലിയ ഉള്ളി ഉണ്ടാവുന്നു എൻ്റെ ഒരു നിഗമനം. എത്രയെന്നുള്ളത് അറിയില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാലകളാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ മറന്നു എന്ന് ഇവർ പറയണത് ഞാൻ കേട്ടതാണ് കേട്ടോ. അമ്മ എന്തൊക്കെയോ വെപ്രാളത്തിൽ മറന്നുപോയി. അപ്പോൾ ഇതേ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറേ പച്ചക്കറികളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനാവശ്യം. അതിന് മുരിങ്ങയ്ക്കായി, വെണ്ടയ്ക്കല്ല എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ ചോറ് ഇവിടെ ഏകദേശം ആവാനായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കുമ്പളങ്ങ, പിന്നെ എന്താ പറയുക, പഴത്തിൻ്റെ മറ്റേ സംഭവമില്ലേ, പേര് ആവശ്യത്തിന് കിട്ടണമില്ല. അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടെ ഇടുന്നുണ്ട്. അതിൽ മുരിങ്ങക്കായ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഇതേ ഉപ്പും കൂടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അയ്യോ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് മുളക് പൊടി മറ്റേ സംഭവങ്ങളൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ടും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പച്ചക്കറിക്ക് തൊട്ട് മുമ്പാണ് ഇടേണ്ടതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കറിയൊന്നും എനിക്ക് വെക്കാൻ അറിയില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്നത്. ഇനി മല്ലിപ്പൊടി ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നിട്ട് നല്ല മട്ടൺ പീസിൻ്റെ എല്ലും കൊഴുപ്പുമില്ലേ അതും കൂടെ ഇടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതേ പട്ട, ഗ്രാമ്പു അതിൻ്റെ പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഇറച്ചിക്കറിയിൽ, അതായത് സാമ്പാറിൽ നമ്മൾ ഇറച്ചിക്കറി ഇട്ട് എങ്ങനെ ഉണ്ടാവും ഏകദേശം അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലക്കാട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു കായ്ച്ചാറ് എന്ന് പറയുന്നത്. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവും. നമുക്ക് നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ. ഇവിടെ രണ്ടുപേരെ അടിച്ച് നട്ട് നോക്കിക്കേ. എന്ത് കഴിക്കണ്? എന്ത് കഴിക്കണ്? അവിടെ അയ്യേ ചിക്കൻ ചിരിക്കുന്നേണ്ടാ. പോയി ടി വി നോക്ക്. മാമൻ കൊണ്ടുവരാട്ടെ 2 പേർക്കും. ചോറ് പോയി ടി വി നോക്ക്. ഓടോട് നല്ല കുട്ടിയല്ലേ. അങ്ങനെ ദേ ആ പച്ചക്കറികളൊക്കെ ഒന്ന് വേകാനും വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമില്ലേ, പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളമാണ് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കും. ഇതിൽ വന്നിട്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് മെയിനാണ്. പക്ഷെ അവർ നേരത്തെ പരിപ്പ് വേവിച്ചൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്താണ് ഞാനും കണ്ടത്. കടലപ്പരിപ്പും സാദാ പരിപ്പും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് വേവിക്കുക. ഇതിൻ്റെ ശരിക്കത്തെ റെസിപ്പി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് സിലുടോക്സ് കായ്ച്ചാറെന്ന് അടിച്ചു കൊടുത്താൽ മേ ബി കിട്ടുമായിരിക്കും. അപ്പോൾ ബ്രദർ വന്നിട്ടുണ്ട്. ബ്രദറിനുള്ള ഓംലേറ്റും കൂടിയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ തേങ്ങയൊക്കെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് താളിച്ചിട്ട്, അതായത് മല്ലിയിലയും കൂടെ കുറച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിവിടെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ താളിച്ചതായതുകൊണ്ട് താളിക്കേണ്ട ആവശ്യമില്ല. മേലാകെ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇത് റെനയാണ് പേടിച്ച് പൊക്കി നോക്കുന്നത് ആ ചോറായോ എന്നുള്ളത് കേട്ടോ.
ടേസ്റ്റ് ഉണ്ടാ? ഞാൻ കുറച്ച് നേരം കിടക്കുകയാണെങ്കിലും എനിക്ക് പുറത്തത്തെ സൗണ്ടുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ കരയുന്നതും വിളിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ബേജാറായിട്ട് ശരിക്കും കിടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ എണീറ്റ് വന്ന് ഭക്ഷണം കുറച്ച് കഴിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് ഇതേ കുറച്ച് മുസമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. പുറത്തവിടെ അധികം വന്നിരിക്കാറില്ല, കാരണം മതിലൊക്കെ ചെറുതായതുകൊണ്ട് നമ്മൾ ഇരുന്നാലും ഇങ്ങനെ പുറമേ ഒക്കെ കാണും. എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് അധികം വന്ന് നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് പിന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരിക്കുകയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ 10 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഡെലിവറിക്ക്. ഇൻഷാ അല്ലാ. ഭയങ്കരമായ പേടിയും ടെൻഷനും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് നല്ലപോലെ കഴിഞ്ഞു പോകുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും കൂടി ഉണ്ട് കേട്ടോ. എന്നാലും മക്കളുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹേസൻ കുട്ടന് തീരെ വയ്യായിരുന്നു. പിന്നെ അതുപോലെ ചുച്ചുക്കുട്ടിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞതും പനിയും വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എങ്കിലും അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെയാണ് എല്ലാം പോകുന്നത്. പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഇക്കൊന്ന് ചോദിക്കായിരുന്നു, നിനക്ക് നിൻ്റെ പ്രസവം 1 മാസം കൂടി നീട്ടിത്തരാൻ പറ്റുമോ? എനിക്ക് തീരെ ഒഴിവില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. തമാശയ്ക്ക് പറഞ്ഞാണ്, എങ്കിലും നമ്മുടെ ഓരോരോ സിറ്റുവേഷൻ അങ്ങനെയല്ലേ. പക്ഷേ എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് പ്രസവം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. കാരണം നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് ലാസ്റ്റ് ടൈമായ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും വയ്യ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അങ്ങനെ വാരിത്തരായിരുന്നു. എപ്പോഴും ഞങ്ങൾ അവിടെ പോയ അമ്മ തന്നെയാണ് കേട്ടോ വാരിത്തര മിക്കവാറും. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, ഇനി ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ ഹോസ്പിറ്റൽ ബാഗും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ഒരു 2 ദിവസം കൂടെ വീഡിയോ ഉണ്ടാവും. പിന്നെ എത്ര വീഡിയോസ് ഇടാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷേ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാനും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും ദുആ ഉണ്ടെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു